6ാം ക്ലാസ് വിദ്യാർത്ഥി വേമ്പനാട് കായൽ ഇരു കൈകാലുകളും ബന്ധിച്ച് 7 കിലോമീറ്റർ നീന്തി കടന്ന് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി. കോതമംഗലം കടവൂർ മണിപ്പാറ തൊണ്ടാറ്റിൽ ജോബി എബ്രഹാം മെറിൻ ജോബി ദമ്പതികളുടെ മകനും കോതമംഗലം വിമലഗിരി പബ്ലിക് സ്കൂൾ 6ാം ക്ലാസ് വിദ്യാർത്ഥിയും 11 വയസ്സുകാരനുമായ എബൻ ജോബി ആലപ്പുഴ ജില്ലയിലെ അമ്പലക്കടവിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള 7 കിലോമീറ്ററാണ് 1 മണിക്കൂർ 23 മിനിറ്റ് കൊണ്ട് നീന്തിക്കടന്ന് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇരു കൈകാലുകൾ ബന്ധിച്ച് 7 കിലോമീറ്റർ നീന്തി കടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആൺകുട്ടിയാണ് എബൻ ജോബി. കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിലെ പരിശീലകൻ ബിജു തങ്കപ്പന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ആറിലെ കുത്തൊഴുക്കുള്ള ഭാഗത്തുകൂടിയാണ് പരിശീലനം പൂർത്തിയാക്കിയത്. രാവിലെ 8:17 ചേന്തപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുധീഷ് നീന്തൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഒരു മണിക്കൂർ 23 മിനിറ്റ് കൊണ്ട് നീന്തൽ വിജയകരമായി പൂർത്തിയാക്കിയ ഐബിൻ ജോബിയെ 9:40 വൈക്കം ഡിവൈഎസ്പി സിബിറ്റൻ ജോസഫിന്റെ നേതൃത്വത്തിൽ വൈക്കം ബീച്ചിൽ സ്വീകരിച്ചു. വൈക്കം നഗരസഭാ വൈസ് ചെയർമാൻ PT സുഭാഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുമോദന സമ്മേളനം കടുത്തുരുത്തി MLA അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് അഭിനന്ദിക്കാം. ഒരു കരഘോഷം കൂടെ ശ്രീ ബിജു തങ്കപ്പനായി നമുക്ക് കിലോമീറ്റർ സാഹസിക യാത്ര പൂർത്തിയാക്കിയ എബൻ ജോബിയെ അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ്. ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷികളാകാൻ വളരെ സാഹസികമായ ഒരു വലിയ കാര്യമാണ്. ഞാൻ ഇതേക്കുറിച്ച് എന്നെ ക്ഷണിച്ചപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഷിഹാബിനോട് ചോദിച്ചു, എത്രമാത്രം ശ്രമകരമായ ഒരു ദൗത്യമാണ്, ഇവരിതിന് പിന്നിലുള്ള അധ്വാനം എത്ര വലുതാണ്, പരിശീലനം എത്ര വലുതാണ്. നമുക്കൊരു ഭയം തോന്നുന്ന വിധത്തിൽ, അത്ഭുതം തോന്നുന്ന വിധത്തിലാണ് ഈ കാര്യങ്ങൾ നമുക്ക് നോക്കിയാണ്. സാധാരണ മനുഷ്യന് അസാധ്യമായ കാര്യമാണ് ഇവിടെ സാധ്യമാക്കിയിട്ടുള്ളത് എന്നുള്ളത് സത്യമാണ്. അപ്പൊ അത് നിരന്തരമായ ത്യാഗപൂർണമായ പരിശ്രമത്തിലൂടെയും സമർപ്പണത്തിലൂടെയും മാത്രം നേടിയെടുക്കുന്ന ഒരു വിജയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്രയും വലിയ ഒരു സാഹസികമായ ഒരു ദൗത്യം നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അഭിമാനകരമായ നിലയിൽ പൂർത്തീകരിച്ച പ്രിയപ്പെട്ട കേരളത്തിന്റെയും ഇന്ത്യയുടെയും നാളെ അഭിമാനമായി മാറണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പ്രിയമുള്ള എബിൻ ജോബിയെ കേരള നിയമസഭയ്ക്ക് വേണ്ടിയും നമ്മുടെ സർക്കാരിന് വേണ്ടിയും എല്ലാ ജനപ്രതികൾക്ക് വേണ്ടിയും പൗരാവലിക്ക് വേണ്ടിയും നിറഞ്ഞ മനസ്സോടെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. നഗരസഭാ കൗൺസിലർ ബിന്ദു ഷാജി സ്വാഗതവും, തുടർന്ന് വൈക്കം ഡിവൈഎസ്പി സിബിറ്റൻ ജോസഫ്, എറണാകുളം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ TN മജു, വൈക്കം ഫയർ ആൻഡ് റെസ്ക്യൂ STO T പ്രദീപ് കുമാർ, പ്രശസ്ത സിനിമാ താരം ചെമ്പിൽ അശോകൻ, CN പ്രദീപ് കുമാർ, AP അൻസൽ, റിട്ടയർഡ് ക്യാപ്റ്റൻ വിനോദ് കുമാർ തുടങ്ങിയവർ ആശംസകളും അർപ്പിച്ചു. 7 കിലോമീറ്റർ വിത്തൗട്ട് ഹാൻഡ് ആൻഡ് ലെഗ് ഉപയോഗിച്ചിട്ട് ഇവിടെ വരെ എത്തി എന്ന് പറഞ്ഞാൽ അതൊരു വളരെ ഒരു അഭിമാനം എന്ന് മാത്രമല്ല, അതൊരു വളരെ കറേജിയസ് ആയിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം എനിക്ക് ഇത്ര വയസ്സുണ്ടെങ്കിലും ഇത് എബിന് ചെറിയൊരു പ്രായമാണ്. ഈ പ്രായത്തിൽ ഇങ്ങനെ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് ഈ നീന്തി കിടക്കുക എന്ന് പറഞ്ഞത് വളരെ അഭിമാനകരമായ നേട്ടമാണ്. അത് ഇനിയുള്ള കുട്ടികൾക്ക് അതൊരു വളരെ പ്രചോദനമാണ് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ധാരാളം മുങ്ങിമരണങ്ങൾ അല്ലെങ്കിൽ അപകട മരണങ്ങൾ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് ആ വെള്ളത്തെ പേടി മാറ്റാനായിട്ട് ഇപ്പോൾ ജലാശയം കുട്ടനാട്ടുകാർക്ക് പോലും നീന്തൽ അറിയില്ലാത്ത കാലഘട്ടമാണ് ഇപ്പോൾ. അങ്ങനെയുള്ള സമയത്ത് കൂടുതൽ പേരെ വെള്ളത്തെ പേടി മാറ്റാനും നീന്തൽ പരിശീലിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന, അതിലേക്ക് ആകർഷിക്കുന്ന ഇതിൻ്റെ കോച്ച് ശ്രീ ബിജു തങ്കപ്പനെ എത്ര പ്രശംസിച്ചാലും അത് മതിയാവുകയില്ല. സാഹസിക യാത്ര പൂർണ്ണമാക്കിയിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ കടമ്പകൾ കടക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആദ്യമായി
ആശംസിക്കുകയാണ്. ഇവിടെ കയ്യും കാലും കെട്ടാതെ തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് കുളിക്കാൻ മുങ്ങിയാൽ പിന്നെ പൊങ്ങുന്നതെന്നും മറ്റുള്ളവർ വന്നിട്ടാണ്. ആ സ്ഥാനത്താണ് 11 വയസ്സുകാരൻ കയ്യും കാലും ബന്ധിച്ച് 7 കിലോമീറ്റർ താണ്ടി ഇവിടെ എത്തി വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. വിഷൻ ന്യൂസ് വൈക്കം.